friends, once again welcome back to my channel, your online Teacher-Malayalam. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 3 മെത്തേഡും പഠിച്ചു അല്ലേ? നാഷണൽ ഇൻകം കണക്കാക്കാനുള്ള 3 മെത്തേഡും പഠിച്ചു. നമ്മൾ ഇനി ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ചാപ്റ്ററിൽ ബാക്കി കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അറിയാലോ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ ഒരു വീഡിയോ പോലും നിങ്ങൾക്ക് മിസ്സാവാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വച്ചേക്കാം. മാത്രമല്ല അപ്പോൾ നമ്മളിടുന്ന ഈ വീഡിയോസ് എല്ലാം ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, ആ വീഡിയോ ഇന്ന ചാപ്റ്ററിൻ്റെ വീഡിയോ എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വർഷം എല്ലാ ചാപ്റ്റേഴ്സും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കൂട്ടി ഒരു പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വച്ചേക്കാണ്. അപ്പോൾ ആ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അത് പോയി നോക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററിൻ്റെയും വീഡിയോ അവിടെ കിട്ടും. മാത്രമല്ല നമ്മൾ ഈ ഒരു കൊല്ലം പുതിയതായിട്ടും വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഈ ഒരു ടെക്സ്റ്റൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് സെപ്പറേറ്റ് പുതിയൊരു പ്ലേലിസ്റ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടും നിങ്ങൾക്ക് പോയി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, മനസ്സിലാവുന്നത്, കൂടുതൽ എളുപ്പമെന്ന് തോന്നുന്നത് നോക്കി നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിനി ഈ ഒരു ചാപ്റ്ററിൻ്റെ ബാക്കി പോർഷനാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2 കാര്യമുണ്ട്. അതായത് എന്താണ് ബഡ്ജറ്റ് ഡെഫിസിറ്റ്, എന്താണ് ട്രേഡ് ഡെഫിസിറ്റ്. ബഡ്ജറ്റ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻസസ് കൂടുതലും ഈ പബ്ലിക്കിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ് റവന്യൂ കുറവും ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ. സാധാരണ എങ്ങനെയാണ് വേണ്ടത്? നമുക്ക് വരുമാനം കൂടുതലും എക്സ്പെൻസ് കുറവും അല്ലേ വേണ്ടത്. പക്ഷേ ഈ ബഡ്ജറ്റ് ഡെഫിസിറ്റ് എന്ന് പറയുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചേഴ്സ് ചിലവ് കൂടുതലും അതിന് പകരമായിട്ട് ഇങ്ങനെ പബ്ലിക്കിൽ നിന്ന് കിട്ടുന്ന ഈ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത് കുറവും. G-T എന്ന സിറ്റുവേഷനാണ് ബഡ്ജറ്റ് ഡെഫിസിറ്റ്. ഇനി ട്രേഡ് ഡെഫിസിറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു രാജ്യത്ത് എക്സ്പോർട്ടല്ലേ കൂടി നിൽക്കണ്ടേ, എക്സ്പോർട്ട് റവന്യൂ കൂടുതലായിട്ടാണ് നിൽക്കേണ്ടത്. അപ്പോൾ എക്സ്പോർട്ട് കൂടുതൽ ഇമ്പോർട്ട് കുറവാണ് ഒരു രാജ്യത്തിന് നല്ലത്. പക്ഷേ ഈ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ട് കൂടുതലും ഇമ്പോർട്ട് എക്സ്പെൻഡിച്ചർ കൂടുതലും എക്സ്പോർട്ട് റവന്യൂ കുറവും. അപ്പോൾ ഇമ്പോർട്ട് കൂടുതൽ നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് കൂടുതലും നമ്മൾ കയറ്റുമതി ചെയ്ത് വിടുന്നത് കുറവുമായിട്ടുള്ളൊരു സിറ്റുവേഷൻ, M-X, അതായത് ഇമ്പോർട്ട് മൈനസ് എക്സ്പോർട്ട്. ആ ഒരു സിറ്റുവേഷനെയാണ് ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയാം. അപ്പോൾ അതിനാണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സം മാക്രോ എക്കണോമിക് ഐഡൻറ്റിറ്റീസ്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, കുറച്ച് ടേംസ് ഒക്കെ. അപ്പോൾ അതിൽ ആദ്യം തന്നെ ഞാൻ GDP എന്താണെന്ന് പറയാം. GDP നമ്മൾ ഇത്രയും നേരം പറഞ്ഞതാണ്, എന്നാൽ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറയാം. GDP may be defined as a money value of final goods and services produced within the domestic territory of a country during an year. ഒരു വർഷത്തിൽ ഒരു രാജ്യത്തിൽ ഡൊമസ്റ്റിക് ടെറിട്ടറി, അതായത് വിത്തിൻ ദ കൺട്രി, നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും മണി വാല്യൂ, അതിനെ ആ മണി വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്തത്, അങ്ങനെയുള്ള ആ മണി വാല്യൂവിനെയാണ് GDP എന്ന് പറയാം. അപ്പോൾ GDP എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് GNP, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. ഇതാ ഇവിടെ തന്നിട്ടുണ്ട് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. അപ്പോൾ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റിൻ്റെ ഡെഫിനിഷൻ ഞാൻ വായിക്കാം. ഈസ് ദ ഫൈനൽ മണി വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ഇൻ ആൻ ഇയർ. അപ്പോൾ അവിടെ ബാരിയേഴ്സ് ഒന്നുമില്ല, ഡൊമസ്റ്റിക് ബാരിയർ ഒന്നും പറയുന്നില്ല, അത് വിത്തിൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി എന്ന് പറയുന്നില്ല. അപ്പോൾ GNP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനൽ മണി വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ഇൻ ആൻ ഇയർ. നമ്മുടെ രാജ്യത്ത് ആ ഒരു വർഷത്തിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും ഫൈനൽ മണി വാല്യൂവിനെയാണ് GNP എന്ന് പറയാം. അപ്പോൾ GDPയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, GDPയുടെ ഒത്തിരി ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ GDP എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ പറയാമെന്നുണ്ടെങ്കിൽ GDP ഈക്വൽ ഡിപ്രിസിയേഷൻ പ്ലസ് ഡൊമസ്റ്റിക് ഫാക്ടർ ഇൻകം പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഡൊമസ്റ്റിക് ഫാക്ടർ ഇൻകം എന്ന് പറയുമ്പോൾ ഫാക്ടർ ഇൻകം നമ്മൾ പഠിച്ചതല്ലേ, റെൻറ്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഡൊമസ്റ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ വിത്തിൻ ദ കൺട്രി, നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് നിൽക്കുന്ന ഇങ്ങനെയുള്ള ഫാക്ടർ ഇൻകത്തിൻ്റെ ടോട്ടലും പിന്നെ ഡിപ്രിസിയേഷൻ പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ് GDP MP എന്ന് നമ്മൾ പറഞ്ഞ് പഠിച്ചത്. പിന്നെ GDP FC എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഇക്വേഷൻ പഠിച്ചായിരുന്നു. അതായത് GDP MP യിൽ നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ചത്.
അപ്പോൾ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ചതാണെന്ന് നമ്മൾ അതിൽ പഠിച്ചായിരുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് GNP. നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ GNP കാണാനുള്ള ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ GDP പ്ലസ് ഇവിടെ തന്നിട്ടുണ്ടല്ലേ, GDP പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. അതായത് ഇവിടെ നമ്മൾ ഡൊമസ്റ്റിക് ടെറിട്ടറിയുടെ കാര്യം പറയുന്നില്ല എന്ന് പറഞ്ഞു. നമ്മുടെ രാജ്യത്തുള്ള ഫുൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും ടോട്ടൽ വാല്യൂ എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ വരുമ്പോൾ GDPയുടെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് ആഡ് ചെയ്യണം. അപ്പോൾ ഈ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നിട്ടുണ്ട് ഫാക്ടർ ഇൻകം ഏൺഡ് ബൈ ദ ഡൊമസ്റ്റിക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എംപ്ലോയിഡ് ഇൻ ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് മൈനസ് ഫാക്ടർ ഇൻകം ഏൺഡ് ബൈ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് എംപ്ലോയിഡ് ഇൻ ദ ഡൊമസ്റ്റിക് കൺട്രി അല്ലേ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് ഏൺഡ് ബൈ ദ ഡൊമസ്റ്റിക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, നമ്മുടെ രാജ്യത്തെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തുള്ള ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് മറ്റുള്ള രാജ്യങ്ങളിലും നിന്നായിട്ട് അവർ ഏൺ ചെയ്യുന്നുണ്ടാവുമല്ലോ, ഇൻകം ഏൺ ചെയ്യുന്നുണ്ടാവും ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, അവർ പുറത്ത് പോയി എംപ്ലോയ് ചെയ്തും അവിടെ നിന്ന് ഏൺ ചെയ്യുന്നുണ്ടാവും. അതേ മൈനസ് മറ്റുള്ള രാജ്യങ്ങളിലെ ഫാക്ടേഴ്സ് ഇൻകം അവർ ഇവിടേക്കൊന്നും ഫാക്ടർ ഇൻകം അല്ല, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അവർ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് അവർ റവന്യൂ ഏൺ ചെയ്യുന്നില്ലേ. അപ്പം നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഏൺ ചെയ്യുന്ന റവന്യൂവിൽ നിന്ന് മറ്റുള്ള രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്ത് ഏൺ ചെയ്യുന്ന റവന്യൂ ഫാക്ടർ ഇൻകം, ആ ഒരു ഫാക്ടർ ഇൻകം കുറച്ച് കിട്ടുന്നതാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് GNP കിട്ടുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ടതാണ് NNP, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. അപ്പോൾ NNPയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഈസ് ദ മണി വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ എക്കോണമി ഡ്യൂറിങ് ആൻ ഇയർ ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഡെപ്രീസിയേഷൻ. അതായത് ഒരു രാജ്യത്തെ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ മണി വാല്യൂ അതെന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു രാജ്യത്തെ, അതായത് വിത്തിൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഒന്നും നോക്കുന്നില്ല, ഒരു രാജ്യത്തെ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ മണി വാല്യൂവിനെ നമ്മൾ GNP എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ GNPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുക. അങ്ങനെ ഡിപ്രീസിയേഷൻ കുറച്ചതിനെയാണ് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയാം. ഇനി ഇവിടെ തന്നിട്ടുണ്ട് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്. അതായത് ഫാക്ടർ കോസ്റ്റിൽ നമ്മൾ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നെറ്റ് നാഷണൽ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ, NNP അറ്റ് മാർക്കറ്റ് പ്രൈസ്. ഇത് മാർക്കറ്റ് പ്രൈസിൻ്റെ ഇക്വേഷൻ ആട്ടോ. NNP MP ആണ്, GNP മൈനസ് ഡിപ്രീസിയേഷൻ. NNP FC അതായത് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് NNP അറ്റ് മാർക്കറ്റ് പ്രൈസ്, അതായത് NNP MP മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് NNP FC കിട്ടുക. ഇനി നമ്മൾ പഠിക്കേണ്ട നെക്സ്റ്റ് ഒരു ടേമാണ് പേഴ്സണൽ ഇൻകം. അപ്പോൾ ഈ പറയുന്ന ഇക്വേഷൻസ് എല്ലാം നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. നമുക്ക് ഇങ്ങനെ ഐറ്റംസ് തരും, അതായത് NNP MP ഇത്രയാണ്, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ഇത്രയാണ്, GDP ഇത്രയാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഈ ഒരു ഇക്വേഷൻ പഠിച്ചിട്ട് അതിൻ്റെ ആൻസർ കണ്ടെത്താണ് വേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കേണ്ടത് പേഴ്സണൽ ഇൻകം എന്താണെന്നാണ്. അപ്പോൾ പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത് ഈ ഹൗസ് ഹോൾഡ് റിസീവ് ചെയ്യുന്ന ഇൻകം ഉണ്ടല്ലോ, അതാണ് അവരുടെ പേഴ്സണൽ ഇൻകം. അപ്പോൾ ഈ പേഴ്സണൽ ഇൻകം കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിക്കണം. അതായത് NI മൈനസ് NI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ NNP FCനെ തന്നെയാണ് ഈ NI എന്ന് പറയുക, നാഷണൽ ഇൻകം, അതാണ് ഈ NI. അപ്പോൾ നാഷണൽ ഇൻകത്തിൽ നിന്ന് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ് കുറച്ചിട്ട് മൈനസ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ് മൈനസ് നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് മെയ്ഡ് ബൈ ഹൗസ് ഹോൾഡ് മൈനസ് കോർപ്പറേറ്റ് ടാക്സ് പ്ലസ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് ടു ദ ഹൗസ് ഹോൾഡ് ഫ്രം ദ ഗവൺമെൻറ് ആൻഡ് ഫേം. അതായത് ഒരാളുടെ പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ് കുറയ്ക്കുക നാഷണൽ ഇൻകത്തിൽ നിന്ന്. അപ്പോൾ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇവിടെ തരുന്നുണ്ട്. അതായത് let us note that out of national income which is earned by the firms and government enterprises, a part of profit is not distributed among factors of production. അതായത് പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് കൊടുക്കുന്നില്ല. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമുക്കറിയാമല്ലോ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. അപ്പോൾ ഇതിലേക്ക് കൊടുക്കുന്നില്ല, അതിനെയാണ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് എന്ന് പറയാം. അപ്പോൾ ഈ നാഷണൽ ഇൻകത്തിൽ നിന്ന് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് കുറയ്ക്കാം. ഒരാളുടെ പേഴ്സണൽ ഇൻകം കാണാനുള്ള ഇക്വേഷൻ പറയുന്നതാണ്.
പിന്നെ നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ഹൗസ് ഹോൾഡ്. അതായത് നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ഹൗസ് ഹോൾഡ് എന്ന് പറയാമെന്നുണ്ടെങ്കിൽ ഈ ഹൗസ് ഹോൾഡ് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നുണ്ടാവുമല്ലോ. ഇപ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ബാങ്കിലൊക്കെ ആയിട്ട് ഇവർ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നുണ്ടാവും, പിന്നെ ഇവർക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടാവും ഇവരെന്തെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇവരിങ്ങനെ പേ ചെയ്യുന്ന ഇൻട്രസ്റ്റിൽ നിന്ന് ഇവർക്ക് റിസീവ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ഹൗസ് ഹോൾഡ്. അതും കുറയ്ക്കുക, പിന്നെ കോർപ്പറേറ്റ് ടാക്സ് കുറയ്ക്കുക. അപ്പോൾ ഇതെല്ലാം അവരുടെ ആ ഒരു ഇൻകത്തിൽ നിന്ന് കുറഞ്ഞു പോണെയാണല്ലോ. അപ്പോൾ അതെല്ലാം കുറച്ചിട്ട് പിന്നെ പ്ലസ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് ടു ദ ഹൗസ് ഹോൾഡ് ഫ്രം ഗവൺമെൻറ് ആൻഡ് ഫേം. ഈ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ഫേംസിന് പെൻഷൻ ഇങ്ങനെയൊക്കെ കിട്ടില്ലേ, അതാണ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ്. അതൊരാളുടെ ഇൻകം കൂട്ടുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. അങ്ങനെ നമുക്ക് കിട്ടും ഒരാളുടെ പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ പേഴ്സണൽ ഇൻകത്തിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയാമെന്നുണ്ടെങ്കിൽ ഇൻകം റിസീവ്ഡ് ആക്ച്വലി ബൈ ദ ഹൗസ് ഹോൾഡ്സ് ഓഫ് എ കൺട്രി ഫ്രം നാഷണൽ ഇൻകം ഈസ് കോൾഡ് പേഴ്സണൽ ഇൻകം. നാഷണൽ ഇൻകത്തിൽ നിന്ന് ഒരു രാജ്യത്തെ ഒരു ഹൗസ് ഹോൾഡിന് കിട്ടുന്ന യഥാർത്ഥത്തിലുള്ള യഥാർത്ഥത്തിൽ അയാൾ റിസീവ് ചെയ്യുന്ന ഇൻകത്തിനെയാണ് പേഴ്സണൽ ഇൻകം എന്ന് പറയാം. അപ്പോൾ അതും നമ്മൾ പറയും. ഇനി നമ്മൾ പറയേണ്ടതാണ് പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം, അതായത് PDI, പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം. അപ്പോൾ അത് കാണാനുള്ള ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. നമ്മുടെ നേരത്തെ കണ്ടുപിടിച്ച ആ ഒരു പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് പേഴ്സണൽ ടാക്സ് പേയ്മെൻറ്റ്സ് കുറയ്ക്കുക, അല്ലെ, പേഴ്സണൽ ടാക്സ് പേയ്മെൻറ്റ്സും നോൺ ടാക്സ് പേയ്മെൻറ്റ്സ് എന്തെങ്കിലുമൊക്കെ പേയ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക. അതാണ് കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ് ശരിക്കുള്ള പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം. അപ്പോൾ പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം എന്ന് പറയുമ്പോൾ ഈസ് ദാറ്റ് പാർട്ട് ഓഫ് പേഴ്സണൽ ഇൻകം വിച്ച് ഈസ് ആക്ച്വലി അവൈലബിൾ ടു ദ ഹൗസ് ഹോൾഡ് ആൻഡ് ഇൻഡിവിജ്വൽസ് ഫോർ കൺസംഷൻ. ശരിക്കും ഒരാൾ റിസീവ് ചെയ്യുന്ന ഇൻകമാണ് പേഴ്സണൽ ഇൻകം. ആ ഇൻകത്തിൽ നിന്ന് അയാൾക്ക് പേയ്മെൻറ്റ്സ് വരില്ലേ, അതായത് ഫൈൻ, പെനാൽറ്റി പോലെയുള്ള നോൺ ടാക്സ് പേയ്മെൻറ്റും പിന്നെ ഇൻകം ടാക്സ് ഒക്കെ പോലെ ടാക്സ് പേയ്മെൻറ്റ്സ് ഒക്കെ വരും. അപ്പോൾ അതെല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് അയാളുടെ കയ്യിൽ ബാക്കിയുള്ളതാണ് ഈ ഒരു പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം. അതായത് അയാൾക്ക് കൺസംഷന് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനും ഒക്കെ ഇതിന് വേണ്ടിയിട്ട് ശരിക്കും അയാളുടെ കയ്യിൽ കിട്ടുന്ന ക്യാഷാണ് PDI, പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നോമിനൽ GDPയും റിയൽ GDP എന്താണെന്നാണ്. അപ്പോൾ റിയൽ GDP എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ഡെഫിനിഷൻ ഞാൻ പറയാം. ഈ റിയൽ GDPനെ തന്നെയാണ് GDP അറ്റ് കോൺസ്റ്റൻറ്റ് പ്രൈസ് എന്നും പറയാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഫ് ദ മണി വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ബേസ് ഇയർ പ്രൈസ് ഈസ് നോൺ ആസ് GDP അറ്റ് കോൺസ്റ്റൻറ്റ് പ്രൈസ്. അതായത് നമ്മൾ ഈ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ മണി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതൊരു ബേസ് ഇയർ പ്രൈസിൻ്റെ അടിസ്ഥാനത്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു വർഷം നമ്മൾ ബേസ് ഇയർ ആയിട്ട് വെച്ചിട്ട് ആ ഒരു വർഷത്തെ പ്രൈസിനോടൊക്കെ താരതമ്യം ചെയ്തിട്ടാണ് നമ്മൾ ഫൈനൽ മണി വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് GDP അറ്റ് കോൺസ്റ്റൻറ്റ് പ്രൈസ്, അല്ലാന്നുണ്ടെങ്കിൽ റിയൽ GDP എന്ന് പറയാം. നെക്സ്റ്റ് ആണ് നോമിനൽ GDP. നോമിനൽ GDP അല്ലാന്നുണ്ടെങ്കിൽ GDP അറ്റ് കറണ്ട് പ്രൈസ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഫ് ദ മണി വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് കറണ്ട് ഇയർ പ്രൈസ് ഇറ്റ് ഈസ് നോൺ ആസ് GDP അറ്റ് കറണ്ട് പ്രൈസ് അല്ലെങ്കിൽ നോമിനൽ GDP. അതായത് നമ്മൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ മണി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കറണ്ട് പ്രൈസ്, ഇപ്പോഴത്തെ പ്രൈസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് നോമിനൽ GDP എന്ന് പറയാം. അപ്പോൾ രണ്ട് ടൈപ്പ് GDP നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കേണ്ടതാണ് GDP ഡിഫ്ലേറ്റർ. GDP ഡിഫ്ലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഷ്യോ ബിറ്റ്വീൻ മണി GDP ടു റിയൽ GDP. നോമിനൽ GDPനെ മണി GDP എന്നും പറയും കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു എന്താ പറയുക, നോമിനൽ GDPയുടെയും റിയൽ GDPയുടെ റേഷ്യോ, ഇത് തമ്മിലുള്ള റേഷ്യോനെയാണ് GDP ഡിഫ്ലേറ്റർ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഈ നോമിനൽ GDPനെ ക്യാപിറ്റൽ ലെറ്റർ വെച്ച് എഴുതും. ഇതുണ്ടോ, GDP സ്റ്റാൻഡ്സ് ഫോർ നോമിനൽ GDP. ക്യാപിറ്റൽ ലെറ്ററിൽ GDP എന്ന് എഴുതുമ്പോൾ അതിന് നോമിനൽ GDP എന്നും, സ്മോൾ ലെറ്ററിൽ GDP എന്ന് എഴുതുമ്പോൾ അതിന് റിയൽ GDP എന്ന് പറയാം. അപ്പോൾ GDP ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത് നോമിനൽ ബൈ റിയൽ ആലോ. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ GDP ഡിവൈഡഡ് ബൈ സ്മോൾ ലെറ്ററിൽ GDP. അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് GDP ഡിഫ്ലേറ്റർ. ഇൻറ്റു 100 കൂടി ചെയ്യണം. അപ്പോൾ ഇൻറ്റു 100 കൂടി പെർസെൻറ്റേജിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് GDP ഡിഫ്ലേറ്റർ കിട്ടുക. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്താണ്. അപ്പോൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഷോസ് ദ ചേഞ്ച് ഇൻ റീറ്റെയിൽ പ്രൈസ് ഓഫ് ഗുഡ്സ് കൺസ്യൂംഡ് ബൈ എ കൺസ്യൂമർ ബിറ്റ്വീൻ 2 ഡിഫറെൻറ്റ് ഇയർ. അതായത് 2 വർഷത്തിൽ ഡിഫറൻസാണ് കാണിക്കുന്നത്. ആ ഒരു 2 വർഷത്തിൽ ഈ കൺസ്യൂമർ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളുടെ റീറ്റെയിൽ പ്രൈസ്, അതായത് നമ്മൾ സാധാരണ കടയിൽ പോയി പർച്ചേസ് ചെയ്യില്ലേ, ആ ഒരു സാധനങ്ങളുടെ പ്രൈസിന് വ്യത്യാസം ഉണ്ടാവുമല്ലോ. 2 വർഷം കൊണ്ട് ഒത്തിരി ചേഞ്ചസ് വരും. ആ ഒരു ചേഞ്ച് കാണിക്കുന്നതാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. അതിനെ നമ്മൾ CPI എന്ന് പറഞ്ഞിട്ട് എഴുതും. അപ്പോൾ ഈ CPI കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് കറണ്ട് ഇയർ പ്രൈസ് ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ ബേസ് ഇയർ പ്രൈസ് ഇൻഡെക്സ് ഇൻറ്റു 100. ഇത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. കറണ്ട് ഇയർ പ്രൈസ് ഇൻഡെക്സ് ഇപ്പോഴത്തെ പ്രൈസ് ഇൻഡെക്സിൽ നിന്ന് ബേസ് ഇയർ ഏതെങ്കിലും ഒരു ഇയർ ബേസ് വെച്ചിട്ടുണ്ടാവും, അത് വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. ഇനി ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ റീറ്റെയിൽ പ്രൈസിൻ്റെ ചേഞ്ചസ് എന്ന് പറഞ്ഞില്ലേ, അതിന് പകരം ഹോൾസെയിൽ ആയിട്ടുള്ള പ്രൈസ് ഉണ്ടാവുമല്ലോ, അതിൽ ചേഞ്ചസ് ഈ 2 വർഷത്തെ നോക്കുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ അതിനെയാണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് അല്ലെങ്കിൽ WPI എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇതും പറഞ്ഞു, CPIയും പറഞ്ഞു, WPIയും പറഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് GDP ആൻഡ് വെൽഫെയർ എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിലെന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ GDP കൂടി എന്ന് പറയുന്നത് കൊണ്ട് ആ രാജ്യത്തിൻ്റെ വെൽഫെയർ കൂടി എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ 3 കാരണങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് GDP ഹൗ യൂണിഫോം ഈസ് ഇറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് GDP ഈസ് നോട്ട് യൂണിഫോം. GDP എന്ന് പറയുമ്പോൾ നാഷണൽ ഇൻകം ആണല്ലോ, അതെന്ന് പറയുന്നത് യൂണിഫോം ആയിട്ടല്ല, ഒരേ രീതിക്കല്ല അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. അതെന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ GDP കൂടുന്ന എങ്ങനെയാണ്, ആളുകളുടെ ഇൻകം അങ്ങോട്ട് കൂടിക്കഴിയുമ്പോൾ അല്ലേ, ആ ഒരു ഇൻകം കൂടിക്കഴിയുമ്പോൾ ഒരു GDP കൂടി. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്തിൽ കുറച്ച് ആളുകൾ, അപ്പോൾ അവരുടെ മാത്രം ഇൻകം വളരെ വലിയ തോതിൽ അങ്ങോട്ട് കൂടി. പിന്നെ ബാക്കി വലിയൊരു പോർഷൻ ആളുകൾ പാവപ്പെട്ട ആളുകളാണ്, അവരുടെ ഇൻകം പിന്നെയും കുറഞ്ഞ് തന്നെയാണ് നിൽക്കുന്നത്. ഈ ഒരു നല്ല കാശുള്ള ആളുകളുടെ ഇൻകം വളരെ വലിയ രീതിയിൽ കൂടി. അങ്ങനെ വരുമ്പോൾ നാഷണൽ ഇൻകം കൂടിയില്ലേ, GDPയും കൂടി. പക്ഷെ നമുക്ക് ആ ഒരു രാജ്യത്തിന് വെൽഫെയർ ഉണ്ടായെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം വലിയൊരു പോർഷൻ ആളുകൾ ഇപ്പോഴും പട്ടിണിയായിട്ട് കിടക്കുകയാണ് അല്ലേ, ഇൻകം ഇല്ലാതെയൊക്കെ ഒത്തിരി ആളുകളുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പറയാം GDP ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വെൽഫെയർ ഇൻക്രീസ് ആയിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. അത് ആദ്യത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നോൺ മോണിറ്ററി എക്സ്ചേഞ്ച്, GDP ആൻഡ് നോൺ മോണിറ്ററി എക്സ്ചേഞ്ച്. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ GDP കാൽക്കുലേറ്റ് ചെയ്യുന്ന നേരത്ത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇതിലേക്ക് കൺസിഡർ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഹൗസ് വൈഫ്സ് ഒക്കെ ആണെങ്കിൽ, ഹൗസ് വൈഫ് എന്ന് പറയുമ്പോൾ അവർ യാതൊരു പൈസ വേണ്ടിയല്ലല്ലോ വീട്ടിൽ ജോലി എടുക്കുന്നത്, പക്ഷെ അവർ എല്ലാ വർഷവും ജോലി എടുക്കുന്നുണ്ട്. നമ്മൾ അതിനെ ഒരു മോണിറ്ററി ആയിട്ടുള്ള ഇതായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ഒരു GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. പിന്നെ എക്സ്ചേഞ്ച് സിസ്റ്റം ഉണ്ടല്ലേ, പൈസ ഇല്ലാതെ തന്നെ ബാർട്ടർ എക്സ്ചേഞ്ച് ഉണ്ട്, സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നുണ്ട് ഇപ്പോഴും ചെറിയ രീതിയിലൊക്കെ. അപ്പോൾ അതും നമ്മൾ GDPയിലേക്ക് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസ് ഒന്നും ഇതിലേക്ക് കൺസിഡർ ചെയ്യാത്തതുകൊണ്ട് GDP നല്ലൊരു ഇൻഡെക്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, വെൽഫെയർ കാണിക്കുന്ന നല്ലൊരു ഇൻഡെക്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സ്റ്റേണാലിറ്റി. അപ്പോൾ എക്സ്റ്റേണാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് റെഫേഴ്സ് ടു ദ ബെനിഫിറ്റ്സ് ഓർ ഹാം, ബെനിഫിറ്റ് അല്ലെങ്കിൽ ഹാം എ ഫേം ഓർ ആൻ ഇൻഡിവിജ്വൽ കോസസ് ടു അനദർ ഫോർ വിച്ച് ദേ ആർ നോട്ട് പെയ്ഡ്. അതായത് ഒരു ഫേം അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരാൾക്ക് കൊടുക്കുന്ന ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരാൾക്ക് ഉണ്ടാക്കുന്ന ബെനിഫിറ്റ് ആണത്, അല്ലെങ്കിൽ ഒരു ഹാം ഏതായാലും ആവാം. പക്ഷേ അത് പേ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ബെനിഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ബെനിഫിറ്റിന് കാശ് പേ ചെയ്യുന്നില്ല, എന്തെങ്കിലും ഹാം ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനുള്ള പെനാൽറ്റി ഈടാക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിലേക്ക് കൺസിഡർ ചെയ്യുന്നില്ല. അതായത് ഇപ്പോൾ പറയാമെന്നുണ്ടെങ്കിൽ the firm or government does not make any financial receipt or payment to the society for these benefit or harm. They are known as externality. അപ്പോൾ അതായത് എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ ഗവൺമെൻറ് നല്ലൊരു റോഡ് കൺസിഡർ ചെയ്തു, കൺസ്ട്രക്റ്റ് ചെയ്തു, ഒരു വില്ലേജിലാണ് നല്ലൊരു റോഡ് കൺസ്ട്രക്റ്റ് ചെയ്തു ആളുകൾക്കൊക്കെ നടക്കാനും എളുപ്പത്തിനൊക്കെ വേണ്ടിയിട്ട്.
അപ്പോൾ അവരുടെ ആ ഒരു ജേണി നല്ലൊരു രീതിക്ക് ആക്കിയില്ലേ, കംഫർട്ടബിൾ ആക്കി. അപ്പോൾ അതൊരു പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റിയാണ്. പക്ഷെ അത് കൺസിഡർ ചെയ്യുന്നില്ല ഈ ഒരു GDP-യിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫാക്ടറി കാരണം ആ ഫാക്ടറിയിലെ വേസ്റ്റുകളെല്ലാം ഒരു റിവറിലേക്ക് തള്ളി. അപ്പോൾ അങ്ങനെ റിവറിലേക്ക് തള്ളിയപ്പോൾ ഒരുപാട് ഹാംഫുൾ ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ആളുകൾക്ക് പറ്റി. അതായത് ഒരുപാട് രോഗങ്ങളും അങ്ങനെ ഒത്തിരി നെഗറ്റീവായിട്ട് ആളുകൾക്ക് പറ്റി. അപ്പോൾ അതെന്ന് പറയുമ്പോൾ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റിയാണ്. അപ്പോൾ അവിടെ പെനാൽറ്റി ചുമത്തില്ലേ, ആ ഫേം ഒരു പിഴവ് വരുത്തിയോണ്ട് ഒരു പെനാൽറ്റി അവിടെ ചുമത്തും. അപ്പോൾ ആ ഒരു പെനാൽറ്റി അല്ലെങ്കിൽ ഗവൺമെൻറ് ഒരു നല്ല കാര്യം ചെയ്തപ്പോൾ അവിടെ ഉണ്ടായ ഒരു ബെനിഫിറ്റ്, അതൊന്നും GDP-യിലേക്ക്, ഇതിനൊക്കെയാണ് എക്സ്റ്റേണാലിറ്റി എന്ന് പറയാം. അപ്പോൾ ഈ എക്സ്റ്റേണാലിറ്റി ഒന്നും GDP-യിൽ കൺസിഡർ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും GDP ഒരു നല്ലൊരു എക്കണോമിക് വെൽഫെയർ കാണിക്കുന്ന ഒരു മെഷറാണെന്ന് പറയാൻ പറ്റില്ല എന്നാണ് ചില എക്കണോമിസ്റ്റുകളൊക്കെ ഇങ്ങനെ പറയുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു സെക്കൻഡ് ചാപ്റ്റർ ഉള്ളൂ. കുറച്ച് വലിയൊരു ചാപ്റ്റർ ആയിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ പല പാർട്സായിട്ടാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയുള്ള വീഡിയോസും ഒരെണ്ണം പോലെ മിസ്സാവരുതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. താങ്ക് യു.